വളരെ പ്രശസ്തനായ റിവ്യൂവറിന്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അങ്ങേര് ഭീകരമായ വധം എന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, തമ്പുരാനെ, ഞാനിത് പണിപാളി, ഇതിപ്പോ ഞാൻ വേണ്ടാത്ത പണിയാണോ ചെയ്തത്. അന്ന് രാത്രി തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ പടം കാണുമ്പോൾ നെഞ്ചിടിപ്പാ. ഇതിന്റെ സ്ക്രിപ്റ്റ് അറിയില്ല, ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്ത് സിനിമയാണെന്നറിയില്ല. അവയറല്ല, ജൂജു വിളിക്കുന്നു, ഞാൻ പോയി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവള് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു 8ാമത്തെ മാസമോ ഒരു 9ാമത്തെ മാസത്തിലാണ്. ആ കാറിലേക്ക് കയറുമ്പോൾ അവൾക്ക് ഇപ്പോഴും പേടിയുണ്ട്. ആ ട്രോമ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണമെന്നുള്ളൊരു പേടി. അന്ന് എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈക്വലായി എൻ്റെ കൂടെ നിൽക്കുന്ന ആള് ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ എന്താ പറയുക, അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു അൺനോൺ ബാരിയർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം ആലോചിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തോട്ടിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു പേടിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ശബ്ദം ഇപ്പോൾ ആ കാലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇതിന് പൂച്ച അറിയുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഇത് എന്ത് ശബ്ദമാണിത്, വളരെ വിയേർഡായിട്ടുള്ള മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. നിന്നെ കാണാതെ നിന്നെ കേൾക്കാതെ ഉള്ളിലെ മൗനമോ പിന്നെയും ഞാനൊന്ന് താന്നു പോയി കഴിഞ്ഞാൽ എനിക്കിത് പൊങ്ങി വരാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബലം ഉണ്ടാവും. ഇല്ല, പറ്റത്തില്ലല്ലോ, ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തു എങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് മോട്ടിവേഷൻ എങ്ങനെയോ വരും. അത് അപ്പോൾ അബയുടെ കൂടുതൽ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കൂടുതൽ പേരും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? I don't have much friends. എൻ്റെ ഒരു സാഹചര്യവശാൽ എനിക്കതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ഫ്രണ്ട്സിനെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. Fortunately enough that I don't need to carry them. ഇപ്പോഴും എനിക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു മാത്രമല്ല, ഒരുപാട് പാട്ടുകളും ഒക്കെ പാടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഈ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഷീസ് ലൈക്ക് ഒരു ഓൾ ട്രേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഷീസ് എ പെർഫോമർ, അമേസിങ് പെർഫോമറാണ്, ക്രൗഡ് പുള്ളറാണ്. ഷീസ് എ ബ്യൂട്ടിഫുൾ സിംഗർ. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് പാടുന്ന ഒരു വ്യക്തി എന്ന് പറയാം. പല സ്ലാങ്ങിൽ അതും ഡിഫറെൻ്റ് ആണ്. പ്ലസ് ഇപ്പോൾ റൈറ്റ് നൗ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു പേഴ്സണാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഓൺ ബാൻഡ് ഉണ്ട്, ആ ബാൻഡിന് പോകുന്നു. പിന്നെ ഒരു കിടിലം പെറ്റ് ലവറാണ്. പിന്നെ കുറേ വേറെ സൈഡിൽ കൂടെ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് അഭയ ഹിരൺ ഭായി, ഹലോ. താങ്ക് യു സോ മച്ച്. കുറേ വിശേഷങ്ങളുണ്ട്. ആക്ട്രസ് ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ട്രൈ ആയിരുന്നു. അതല്ലാണ്ട് ബാക്കിയെല്ലാം കേൾക്കുമ്പോൾ സുഖമുണ്ട്, രസമുണ്ട്. ഇപ്പൊ എങ്ങനെ പോകുന്നു ബാൻഡ്സ് അല്ലെങ്കിൽ ആക്ടിങ്? അത് ട്രൈ ആണെങ്കിൽ അത് മാർക്ക് ചെയ്തൊരു സാധനമായിരുന്നു അല്ലേ? കുറേ കോൾസും മെസ്സേജും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതെ, കിട്ടി. ഫീൽ ഗുഡ്. നമ്മൾ ഇപ്പോൾ എൻഡ് ഓഫ് ദ ഇയർ 2025 ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമല്ലോ, നമ്മൾ ഇന്ന് ഈ വർഷം നമ്മൾ ഒരിക്കലും ചെയ്യാൻ വിചാരിക്കാത്ത കാര്യം ചെയ്തു എന്നൊക്കെ ഒരു ടിക്ക് മാർക്കിലൊക്കെ അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഒരിക്കലും അഭിനയം എന്നുള്ളൊരു കാര്യത്തിൻ്റെ എന്താ പറയുക, ഒരു വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതത് ചെയ്തപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്നു. അപ്പോൾ ചെയ്തു. ഇത് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ, അതോ ഫിലിം കണ്ടു കഴിഞ്ഞ് നമ്മളുടെ ഒരു സ്വാഗ് കണ്ടപ്പോഴാണോ ഈ തോട്ടിലേക്ക് ഓക്കെ ഫൈൻ എന്നൊക്കെ നമുക്ക് പറ്റും തോന്നിയത്? അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കിട്ടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു? അല്ല, അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളറാണ് വിളിക്കുന്നത് പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജൂജു പറഞ്ഞിട്ടാണ് വിളിക്കണേ. ഞാൻ പറയും ഒന്നും കൂടെ ഞാൻ ജൂജു ശരിക്കും പറഞ്ഞിട്ടാണോ, എന്നെ തന്നെയാണോ ഇത് വിളിക്കുന്നത്? ഇല്ല, ജൂജു പറഞ്ഞു, അപ്പേക്ക് ഇത് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹെസിറ്റൻ്റ് ആയിരുന്നു. ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജൂജുവിനോട് ഞാൻ ലുക്ക് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിത് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കാം, അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് ഒരു ദിവസവും എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാം എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഫിലിമിലേക്ക് വരാൻ എനിക്ക് ആ ലുക്ക് ടെസ്റ്റിലേക്ക് പോകാൻ തന്നെ ഒരു 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ജൂജു എന്ന് പറയുന്ന വ്യക്തിയും 2 വേണു സാർ എന്ന് പറയുന്ന വ്യക്തിയും. ഈ 2 പേരും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വർക്കൗട്ട് ആയാലും എനിക്ക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരുകളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നു, ഓക്കെ ആവുന്നു,
ഷൂട്ടിൻ്റെ ഫസ്റ്റ് ദിവസം ആവുന്നു. അപ്പോൾ ഈ ജോജു സകലമാന ആൾക്കാരെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. ഈ അത് ചെയ്യുന്നത് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മാത്രം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ സീൻ കഴിയുന്നു, പിന്നെ രണ്ടാമത്തെ സീൻ കഴിയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിനി അഭിനയിക്കുന്നില്ലേ, അതുകൊണ്ടാണോ അദ്ദേഹം ഒന്നും പറയാത്തത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ സീൻ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു താളം ഉണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിലൊരു താളം ഉണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്യുന്നത് അതങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ബോബി കുര്യൻ, അദ്ദേഹത്തിന് ഇങ്ങനെ എയറിലാണ് പുള്ളി. സാഗറും ജുനൈസും മറ്റേ ആകാശത്തും ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ രചന സംവിധാനം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിസ്റ്റിനെ എന്താ പറയുക മോൾഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സീൻ തന്നെ എന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അറിയില്ല, ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്ത് സിനിമയാണെന്നറിയില്ല. അവയറല്ല, ജൂജു വിളിക്കുന്നു, ഞാൻ പോയി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് ഒരാളുടെ വൈഫാണ്, ഒരു അഞ്ചു പേര് ഒരുമിച്ച് എന്താ പറയുക, അത് ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ഈ ക്യാരക്ടർ എന്താന്ന് പോലും ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് ഞാൻ വണ്ടി കയറി ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഫുൾ ബ്രീഫില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അഭയ ഭയങ്കര സട്ടിലാണ്, വളരെ സട്ടിലായിട്ടുള്ള സ്ത്രീയാണ്, പക്ഷെ ഭയങ്കര പവർഫുൾ അഭയ ഞാൻ ഒരു കണ്ണ് പോലും അനക്കാൻ സമ്മതിക്കത്തില്ല. ജൂജു പറയാണ്ടേ അത് നമ്മളന്ന് ആലോചിച്ചിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി ആലോചിച്ചിട്ടൊരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല. അദ്ദേഹത്തിന് വേണ്ടുന്ന സാധനം അദ്ദേഹം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം മാതിരി ഞാൻ പടം റിലീസ് ചെയ്ത സമയത്ത് ലണ്ടനിലായിരുന്നു. ഞാൻ എനിക്കിതിൻ്റെ പ്രൊമോഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓരോ സീൻ കഴിയുമ്പോഴും ജൂജു കാണിക്കും, ഇത് അഭയൊക്കെ ഓക്കെ ആണോ, ഇത് ഇങ്ങനെയാണോ വർക്കൗട്ട് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഷൂട്ട് എടുക്കാം. അപ്പം ഞാൻ എനിക്കത് വർക്കൗട്ട് ആണെന്നാണ് തോന്നുന്നത്. എനിക്കത് വർക്കൗട്ട് ആണ്. ജൂജു അഭയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ കാണുന്ന സമയത്തൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മോൾഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതായിരിക്കും. ഓരോ ഡയലോഗും മോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗുണ്ടായിരിക്കുന്ന ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ സാധാരണ സിനിമയിൽ നമ്മൾ കാണുന്നത് എന്നാ ചോദിക്കണം. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ലൗഡ് അല്ലാതെ പവർഫുൾ ആവാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ, ഇതിങ്ങനെയാണല്ലേ ഈ സ്ത്രീ, ഇങ്ങനെയാണ് ഈ സ്ത്രീ വർക്കൗട്ട് ചെയ്യേണ്ടത്. പിന്നെയാണ് എനിക്കിതിൻ്റെ ഒരു മീറ്റർ മനസ്സിലാവുന്നത്. മീറ്റർ മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ പറയുക, എൻ്റെ കൂടെ നിൽക്കുന്നത് സുജിത് ശങ്കറും ജൂജുവും പിന്നെ പ്രശാന്തേട്ടനുമാണ്. ഇവര് ഒരു എത്രയോ വർഷങ്ങളുടെ പരിചയമുള്ളതാണ്. എനിക്ക് ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്, എവിടെ ചെന്ന് നിൽക്കണം ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒരു പർട്ടിക്കുലർ ഇവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ചെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ഒരു റിവ്യൂവറിൻ്റെ എനിക്കൊരു ആക്സസ് ഇല്ല. എല്ലാവരും പടം കൊള്ളാം, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഫിസിക്കലി ഇല്ലാത്തത് കണ്ട് ഞാനൊരു വളരെ പ്രശസ്തനായ റിവ്യൂവറിൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അങ്ങേര് ഭീകരമായ വധം എന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, തമ്പുരാനെ, ഞാനിത് പണിപാളി, ഇതിപ്പോ ഞാൻ വേണ്ടാത്ത പണിയാണോ ചെയ്തത്. പക്ഷെ ചോദിച്ചു, അങ്ങനെ അല്ലല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ പടം കാണുമ്പോൾ നെഞ്ചിടിപ്പാ. കാരണം ഓൾറെഡി ഇത് കണ്ടിട്ടാണ് പോകുന്നത്, അത് മൈൻഡ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് റിവ്യൂ ഇഷ്ടമുള്ള ആളും കൂടെയാണ്, പുള്ളിയുടെ റിവ്യൂ എനിക്ക് ഇഷ്ടം. അപ്പോൾ പുള്ളി എന്ന് പറയുമ്പോൾ എനിക്കത് ഓക്കെ, അതങ്ങനെ ആണോ അല്ലയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. പടം കണ്ടു, ആ സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. യെസ്, ഐ ഡിഡ്, ഐ എം ഗുഡ്, ഐ എം നോട്ട് എ ബാഡ് വൺ, ഐ എം ഗുഡ് എന്നുള്ളത്. ഒന്നുമില്ലാതെ അദ്ദേഹം കൊണ്ട് നിർത്തില്ലല്ലോ എന്നൊരു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയും കൂടെ അല്ലേ, ഞാൻ മോശമായിട്ടില്ല. അങ്ങനെയാ എനിക്കിത്. പിന്നെ ആൾക്കാരെ ഏറ്റെടുത്തു. അടിപൊളി. അപ്പോൾ പടം ഇനിയും പടങ്ങൾ നമുക്ക് വേണം എക്സ്പെക്ട് ചെയ്യാം. ഈ ശരിക്കും എനിക്കൊന്ന് ലാസ്റ്റ് ടൈം നമ്മൾ
ഈ അഭയ ഹിരൺമയി ഐ മീൻ ഈ ഒരു പേരുണ്ടല്ലോ, അഭയ മീൻസ് ലൈക്ക് ഫിയർലെസ്, ഹിരൺമയി മേ ബി ലൈക്ക് ദ ഗോൾഡൻ ഗേൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പേരുമായിട്ട് എത്രത്തോളം ആക്ച്വലി അഭയുടെ പേഴ്സണാലിറ്റിയുമായിട്ട് സിങ്ക് ഉണ്ടെന്ന് ചോദിച്ചു. ഗോൾഡൻ ഗേൾ അല്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ? ഫിയർലെസ് അഭയ എന്ന് പറഞ്ഞാൽ അത് ഫിയർലെസ് ആണ്. ടു സം എക്സ്റ്റെൻഡ് ഐ എം ഫിയർലെസ് ബട്ട് ഐ എം ഗ്രൗണ്ടഡ് ആണ് ഞാൻ. ആ ഗ്രൗണ്ടഡിൽ നിന്നുള്ളൊരു ഫിയർലെസ്നെസ് എനിക്കുണ്ട്. ഓക്കെ, യെസ്, നമ്മൾ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട്, പക്ഷെ യെസ് ഫിയർലെസ് ആണെന്ന് യെസ് ഓഫ് കോഴ്സ്. അപ്പൊ എല്ലാം ആയെന്നല്ലേ. അങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഈ ഫിയർലെസ്നെസ് ഒക്കെ ഇല്ലാണ്ടായി പോകും. നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടാവും. പക്ഷെ ഐ ആം പറയാം ഫിയർലെസ് ആണ്. ഓൾ ടുഗെദർ ഐ എം ഫിയർലെസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മൂവ് ഓൺ ചെയ്യാൻ സ്ട്രൈവ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. പലർക്കും പല രീതിയായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ റിലേ ചെയ്യാൻ ഒരാളുണ്ടാവും, യു ഹാവ് എ പേഴ്സൺ ഫോർ റിലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഭയ്ക്ക് ആ ഒരു മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു വൺ ഫാക്ടർ എന്ന് വെച്ചാൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ സെൽഫ് എന്റർടൈൻ ചെയ്യുന്നതാവാം. സോ ഫാമിലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിലുപരി പിന്നെ ഞാനൊന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ എനിക്കിത് പൊങ്ങി വരാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബലം ഉണ്ടാവും. ഇല്ല പറ്റത്തില്ലല്ലോ, ഇത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തു എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് മോട്ടിവേഷൻ എങ്ങനെയോ വരും. അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനാണ് എനിക്കത്. അത് എങ്ങനെയാണ് അത് ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, ഞാൻ അങ്ങനെ ഇരിക്കേണ്ട ഒരു കുട്ടിയല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. എൻ്റെ ഫാദർ എന്നെ കാണുന്നത് വളരെ വളരെ ബോൾഡായിട്ടൊരു കുട്ടിയായിട്ടല്ലേ. അപ്പം ഞാൻ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ എന്നെ ഇത് ചെയ്യുന്നത്. അതായത് സെൽഫ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. സെൽഫ് ഒബ്സർവ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇച്ചിരി ഓവർ തിങ്കിങ് കൂടെയാണ്. ബ്രാഞ്ചസ് കൂടുതലായിട്ട് തിങ്ക് ചെയ്യും അല്ലേ, പല ബ്രാഞ്ചിൽ തിങ്ക് ചെയ്യുന്നതായിട്ട്. ഇസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഇല്ലാണ്ട്, ഓവർ തിങ്കിങ് ആവുന്ന സമയത്ത് നമ്മുടെ ഒരു കോൺസെൻട്രേഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഓവർ തിങ്കിങ് ഇല്ലെങ്കിൽ, ഓവർ തിങ്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, ബട്ട് ദെൻ അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ്സ് ആൻഡ് മോർ പോസിറ്റീവ് ആൻഡ് കുറച്ച് നെഗറ്റീവ് പറയാം. സെൽഫ് അവെയർ ആവുന്ന സമയത്ത് നമ്മൾ എവിടെ നമ്മളെ പ്ലേസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കും. അത് ചില സമയത്ത് ഒരു ഫീൽഡിലേക്ക് അത് വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ദിസ് ഈസ് ദ വേ ഐ ആം, ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ അഭയുടെ ഇപ്പം നോർമലി നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ സെയിം വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ അഭയുടെ കൂടുതൽ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കൂടുതൽ പേരും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, അതോ അത് ഓട്ടോമാറ്റിക്കലി? I don't have much friends. After a period, 3 years before, I have a lot of humans or a lot of people who were coming to my home, and I thought that they were my friends. So അതിനുശേഷം എനിക്കങ്ങനെ ഫ്രണ്ട്സ് പണ്ടോട്ടേ അങ്ങനെ ഒരു മനസ്സിലേക്ക് എടുക്കുന്നൊരു ഇതില്ല. ബട്ട് ദെൻ ടു സം എക്സ്റ്റെൻറ്റ് എൻ്റെ ഒരു സാഹചര്യവശാൽ എനിക്കതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ഫ്രണ്ട്സിനെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇനഫ് ദാറ്റ് ഐ ഡോണ്ട് നീഡ് ടു ക്യാരി ദം. ഇപ്പോഴും എനിക്ക് അത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് 1 or 2 or 3 maximum. That's it. അതെ, എവിടെ ചെന്നാലും അഭിയാഹി പക്ഷെ അതുണ്ട്. ബട്ട് നമ്മളുടെ ഒരു സ്പേസിലേക്ക് എടുത്തേക്കുന്ന ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി റെയർ, ഇറ്റ്സ് വെരി ഫ്യൂ അല്ലേ. ഒരു എന്താ പറയുക, ഒരു പണ്ടുള്ള സുഹൃത്തുക്കളിൽ 1 or 2 പേര് മാത്രമേ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളൂ. അത് അന്നും ഉണ്ടായിരുന്നു, അവരിപ്പോഴും ഉണ്ട്. സോ ദാറ്റ്സ് അഗൈൻ ഗുഡ് തിങ്. ഡെഫിനറ്റ്ലി. ആൻഡ് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പെറ്റ് ലവർ ആണ്. ഇപ്പം നോർമലി ഒരു പെറ്റിനെ മേടിക്കുന്നു, വളർത്തുന്നു, ഹാപ്പി ആവുന്നു, ഓക്കെ. അതല്ലാതെ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരുപാട് പെറ്റ്സ് ഇപ്പം എല്ലാം ഒരുപാട്, ഇപ്പം സ്ട്രേ ഡോഗ്സ് ആണെങ്കിൽ എന്താണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമാണ്. ഒരുപാട് പേരുണ്ട്, പക്ഷെ ഒരു 10 പേര് നോക്കിക്കഴിഞ്ഞാൽ. സോ അപ്പം യു ആർ എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. അത് ശരിക്കും ഒരു അവയർനെസ്സും കൂടെ ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അവയർനെസ് എനിക്ക് ആൾക്കാർ കൂടുതലും ഇപ്പോൾ ഒരു മുന്നുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു പെറ്റ് ലവർ ആവുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ഏറ്റവും കുഞ്ഞിലുണ്ടായിരുന്ന ടെറസ് എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അവൻ പോമറേനിയൻ. നമ്മുടെ അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പോമറേനിയൻ ആണല്ലോ. വെളുത്ത് തുളുത്തിരിക്കുന്ന എൻ്റെ ഒരു പോമറേനിയൻ ഉണ്ടായിരുന്നു. അത് ഒരു 5-6 വയസ്സ് മുതൽ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ മരിക്കുന്നു. അതിനുശേഷം ഞാനൊരു 10-22 വയസ്സൊക്കെ ആകുമ്പോഴാണ് എനിക്ക് അടുത്ത എൻ്റെ ഹിയാഗോ എന്ന് പറയുന്ന ഡോഗിനെ കിട്ടുന്നത്. അത് ഞാൻ മേടിച്ചതാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഒരു 2 മാസമായപ്പോൾ അവളെ മേടിച്ചതാണ്, പഗ്.
അപ്പോൾ അവളെ വളർത്താൻ തുടങ്ങി. പിന്നെ അടുത്ത പട്ടി വരുന്നു. അപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പട്ടീനെ മേടിക്കുകയല്ല ചെയ്യേണ്ട, അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതൊരു ഗ്രോത്ത് ആണ്. ഇതൊരു ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ഡോഗ്സിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് അവർക്ക് ഉപദ്രവങ്ങൾ വരുന്നത്, അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു അഡോപ്ഷനിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ സെൽഫ് അവെയർ ആയിട്ട് തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എൻ്റെ അത്ര മാത്രം അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അറിയില്ല, പട്ടികളെക്കുറിച്ച് അറിയില്ല. അവരും ഒരു കാലത്ത് എന്നെ പോലെ ഒരു അഡോപ്ഷനിലേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ശരിയാ, ഡോഗ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള മൂഡ് സ്വിങ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, മോർ ദാൻ മനുഷ്യൻ. എനിക്കൊന്നും അവർക്കാണ് എൻ്റെ മദർ പിന്നെ പട്ടീനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 6 to ഒരു കൂടിപ്പോലെ 8 years ആയിട്ടേ ഉള്ളൂ. ആദ്യം അമ്മ വീട്ടിൽ കയറ്റരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. ലൈക്ക് എവറി മദർ നമ്മൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ എവറി മദർ അമ്മ പറയുന്നത് നിന്റെ വീട് വൃത്തിയിടാൻ പ്രശ്നമാണ്, മറ്റേതാണ് എന്നൊക്കെയാ പറയണേ. ഇന്നിപ്പോ വീട്ടിന് പുറത്തമ്മ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ, അവർ കഴിക്കാതിരിക്കുന്ന അവർ എൻ്റെ ഡോഗ്സിനൊക്കെ ഇങ്ങനെ അമ്മ കഴിക്കും, ഇങ്ങനെ സൈഡിൽ കൂടെ കൊടുക്കും, അമ്മ കഴിക്കും, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് പാമ്പർ ചെയ്യുന്നത്. അപ്പൊ അത്രയും അവെയറായി. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും പട്ടീനെയൊക്കെ റോഡിൽ ഉപേക്ഷിക്കുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലും ഒക്കെയാണ്. അപ്പൊ പുള്ളിക്കാരിയും വളർന്നു. അതെ അതെ, ഒരു ഇമ്പോർട്ടന്റ് സ്പേസ് അല്ലേ കുക്കി എന്ന് പറയുന്നത്. എന്റെ സോൾ ചൈൽഡ് ആണ് എല്ലാം കൊണ്ടും. അത് എത്രത്തോളം ലൈക്ക് അടുപ്പമുണ്ടെന്ന് ആക്ച്വലി വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അബൌട്ട് കുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, കുക്കി അവള് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു 8ാമത്തെ മാസമോ ഒരു 9ാമത്തെ മാസത്തിലാണ്. ശരി. അപ്പോൾ അവളെ ആരോ മേടിച്ചതാണ്, അവളെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ തന്നെ ഇവൾ ഓരോ വീടിൽ നിന്നോട്ട് വേറൊരു വീട്ടിലേക്ക് പോവാം, അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോവാം. ഈ പട്ടിക്ക് ഒരു 2 ദിവസം 3 ദിവസം ഒന്നും ഭക്ഷണം കൊടുക്കാണ്ട് വീട്ടിലടച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ട്രോമ ആ പട്ടിക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വണ്ടിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ബൈ കാറാണ്. ആ കാറിലേക്ക് കയറുമ്പോൾ അവൾക്ക് എപ്പോഴും പേടിയുണ്ട്. ആ ട്രോമ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണമെന്നുള്ളൊരു പേടി. അപ്പോൾ അങ്ങനെ ഒരു ട്രോമയുള്ള ഒരു ഡോഗിനെയാണ് എനിക്ക് കിട്ടുന്നത്. അന്ന് എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈക്വലായി സെയിം വൈബായി. പിന്നെ ഡോഗ്സ് ഹീൽ ചെയ്യും നമ്മളെ. ഡോഗ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും. ദേ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇമോഷൻ വി ആർ ഗോയിങ്. നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ്, ഫൈൻ. They will sleep or they will come and kiss and they will leave. നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ they will come and sit with us എത്ര സമയം വേണമെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കും. മനുഷ്യൻ പോലും ചെയ്യാത്ത കാര്യമാണ് ഡോഗ് ചെയ്യുന്നത്. സോ കുക്കി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിൽ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കീസ് മൈ സോൾ. ഇപ്പൊ താഴെന്ന് വരുവാണെങ്കിലും എങ്ങാനും ഒരു കണ്ണുകൊണ്ടെങ്കിലും പട്ടിക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റേ ഇതാണ് ഭയങ്കര ഹൈപ്പറാവും. നമ്മളെ കാണാൻ ഭയങ്കര ഹൈപ്പറാവും. വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. ഈ സാരിയൊക്കെ കൊടുത്തിട്ട് കയറുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എക്സൈറ്റ്മെന്റിൽ നമ്മളെ കയറും, ഇത് മുഴുവൻ ചെളിയാവും. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലോ. അതൊന്നൊരു ഒരു മാനേജ് ചെയ്തിട്ട് കയറിപ്പോവും. അവരെ നോക്കാതെ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പറ്റത്തില്ല. അവർ തലവടത്തല്ലാണ്ട് നമുക്ക് വീട്ടിലേക്ക് കയറാൻ അനുവാദമില്ല. സോങ്ങിലേക്ക് ഇപ്പൊ പാട്ടെന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരാൻ ആക്ച്വലി ഡിലേ ആയിരുന്നു. അല്ലെങ്കിൽ അത് ഇപ്പം യുവർ അമ്മയാണെന്നുണ്ടെങ്കിലും പാട്ട് പിന്നെ പഠിപ്പിക്കുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു. പക്ഷെ ഇതാണ് എൻ്റെ കരിയറിന് ടൈം എടുത്ത് മനസ്സിലാക്കാനുള്ള റീസൺ എന്തുകൊണ്ടായിരിക്കാം? ടൈം എടുത്ത് മനസ്സിലാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ചൈൽഡ് ആയിരുന്നു ഞാൻ കുഞ്ഞിലെ മുതൽ. ഞാൻ അത്രയും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, കേരള നൃത്തം ഡാൻസ് ചെയ്യുമായിരുന്നു. പാട്ട് അത്യാവശ്യം പാടും. ഞാൻ ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നുമില്ല പാട്ടിന്. ഫാമിലി സിംഗിങ് അതിൻ്റെ ഒരു ജീൻ്റെ ഭാഗമായിട്ട് പാടും, അത്രേ ഉള്ളൂ. എഗെയിൻ നന്നായിട്ട് എഴുതുമായിരുന്നു. ഞാൻ വായിക്കും എഴുതും ഒക്കെ ചെയ്യും. ജേർണലിസം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ 2-3 കഴിവൊക്കെ ഉള്ള കുട്ടികൾ ഇതിപ്പോൾ എന്താ ഈ കൊച്ചു ചെയ്യാന്നുള്ള ഫോക്കസ് കിട്ടാത്തൊരു കുറേ പരിപാടിയുണ്ട്. അവിടെ ഇവിടെയും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്യും. പഠിത്തത്തിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അതായത് ബുദ്ധിയുണ്ട്, പക്ഷെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛന് ഭയങ്കര
ഇതാണ് എൻ്റെ ബുദ്ധിമുട്ടാണ്. അതായത് കഴിവുണ്ട് പക്ഷെ പഠിക്കത്തില്ല എന്നുള്ളൊരു ഇത്. എല്ലാത്തിനും ഒരു മലയാളത്തിലാണ്, ലാംഗ്വേജസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെയാണ് എനിക്ക് മാർക്ക് കൂടുതൽ. കണക്കിനൊക്കെ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ ജയിക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ കുട്ടി ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഈ +2 കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. ഇത് എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. വളരെ സേഫ് ആയിട്ടിരിക്കുകയാണല്ലോ. +2 വരെയുള്ള സേഫ് സോണിൽ നിന്ന് മാറുന്ന സമയത്താണ് ഈ കൺഫ്യൂഷൻ വരുന്നു. അപ്പം അച്ഛൻ പറയുന്നു അച്ഛൻ്റെ പെങ്ങൾ അമേരിക്കയിലുണ്ട്, അതുകൊണ്ട് നേഴ്സായി പോകണമെന്ന്. എനിക്ക് ജേർണലിസം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഫിലോസഫി എടുത്തിട്ട് വിമൻസ് കോളേജിൽ ജോയിൻ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛനൊരു സേഫ് അല്ലാതെന്ന് തോന്നുന്നു, ഇപ്പം എനിക്കും ചിലപ്പോൾ സേഫ് അല്ലാതെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലോ. അവിടെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന 4 വർഷം കഴിയുന്നു. ഒരു ട്രിപ്പിൾ ഇ ആയിരുന്നു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, വിച്ച് ഇസ് എ വെരി ഗുഡ് സബ്ജക്ട്. അത് ഞാൻ പഠിക്കുന്ന ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ദൈവമേ ഞാൻ നല്ലൊരു സബ്ജക്റ്റിലാണല്ലോ വന്ന് ചേർന്നിരിക്കും, ഇതിങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കില്ലേ ബുദ്ധി എന്നൊക്കെ ആലോചിക്കും. എന്തായാലും കാശ് മുടക്കി, പക്ഷെ നല്ലൊരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എങ്ങനെ പക്ഷെ പഠിക്കാനുള്ളൊരു താല്പര്യവും ഇല്ല. അപ്പൊ ഈ കൺഫ്യൂഷനിലൊക്കെയാണ് ഞാൻ പിന്നെ വേറൊരു ലൈഫിലേക്ക് പോകുന്നത്. ആ ലൈഫിലേക്ക് പോയി കഴിയുമ്പോഴേക്കും എൻ്റെ ജീവിത സാഹചര്യം തന്നെ മ്യൂസിക്കാണ് വരുന്നത്. കാണുന്നതും ആംബിയൻസ് ഫുൾ, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു വളരെ ഫിലിമി എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ളതല്ല, വളരെ അങ്ങനെ ഒരു ഫീൽഡിലേക്കാണ് ഞാൻ വരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണർ. പക്ഷെ അതൊന്നും യൂസ്ഡ് അല്ലാത്ത വ്യക്തിയല്ല. കാരണം എൻ്റെ ഫാമിലിയിലും കലാപരമായിട്ടുള്ള ആൾക്കാർ, എനിക്ക് അച്ഛനൊരു നാടക കമ്പനി എൻ്റെ ഉണ്ടായിരുന്നു. അച്ഛൻ വാസ് ഇൻ ദൂരദർശൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ ആയതുകൊണ്ട് എനിക്കിതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ല. എനിക്ക് അമ്മാവനാണെങ്കിലും ആക്ടറാണ്. അപ്പോൾ ഇപ്പുറത്തോട്ട് വരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ല, പക്ഷെ ഫോക്കസ് മുഴുവനും മ്യൂസിക്കാണ്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ്. എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശംഭു പറഞ്ഞ മാതിരി എനിക്കതൊരു ഡിലേ ആയിട്ട് തോന്നിയിട്ടില്ല. ദാറ്റ് ഇയേഴ്സ് ഓൾ ടുഗെദർ, ദാറ്റ് ഇയേഴ്സ് മുഴുവനും എനിക്കിതൊരു പഠനമായിട്ടാണ് തോന്നിയത്. അത് സിനിമയിൽ എങ്ങനെ നിൽക്കണം എന്നാണെങ്കിലും, സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നാണെങ്കിലും, അത് ഇൻ ആൻഡ് ഔട്ട് ഫുൾ ഒരു സ്റ്റഡിയാണ്. നമ്മൾ ആക്ച്വലി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. എക്സാക്ട്ലി. ഞാനത് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നേവായിരിക്കും, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഞാൻ അന്നും പാടിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ എൻ്റെ ഒരു ഫുൾ ആൻഡ് ഫുൾ ഒരു അഭയഹിരൺമയി ആയിട്ട് വെളിയിൽ വന്നൊരു ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് അല്ല ഞാൻ ആയിരുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അത് ദാറ്റ് ഈസ് ഹൗ. അതൊരു ഫാമിലി ലൈഫിലേക്ക് ഉണ്ടായിരുന്ന സമയത്ത് അത് അങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിരുന്നു താല്പര്യം. ഇന്ന് ഞാൻ അവിടെ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാം. എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. അന്നേരം മൈൻഡിലുണ്ടായിരുന്നു ഒരു എപ്പോഴെങ്കിലും എങ്ങനെ തോട്ട് ഉണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് കമ്മിങ് ഫ്രം ഓൾ ദിസ് ആൻഡ് ഡൂയിങ് ദാറ്റ് ഇൻഡിപെൻഡന്റ് പരിപാടി? ഇൻഡിപെൻഡന്റ് പരിപാടി എനിക്ക് ചെയ്യണം എന്ന് എനിക്കത് ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ, ഏത് രീതിക്ക് വർക്കൗട്ട് ചെയ്യും, എന്ത് രീതിക്ക് ചെയ്യും? കാരണം എനിക്ക് എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡിപ്പെൻഡൻസിയിൽ നിന്നിട്ട് വേണമല്ലോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എൻ്റെ തോട്ടൊക്കെ എപ്പോഴും വരുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന ആള് ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പം എന്താ പറയുക, അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു അൺനോൺ ബാരിയർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മളും ഫ്ലെക്സിബിൾ ആവണം, ഓപ്പോസിറ്റ് പേഴ്സൺ നോക്കുമ്പോൾ എന്നുള്ളൊരിത്. ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത് അതിപ്പോൾ ഇപ്പം ആലോചിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തോട്ടിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു പേടിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് അവതരിപ്പിക്കാം ആയിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഡെഫിനറ്റ്ലി ലേൺ ചെയ്തു. അത് പറയുന്നുണ്ട്, എൻ്റെ ലേണിംഗ് പ്രോസസ് ആയിരുന്നു. സെൽഫ് ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ കാണുന്ന ചെറിയ കുട്ടികൾ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് അവർ ചെറിയ കാര്യങ്ങൾക്ക് വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ, അങ്ങനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ
അത് ആ കുട്ടികൾ പഠിക്കുമായിരിക്കാം, അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സിലായിരിക്കും അവർ ഇതൊക്കെ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഇത് മനസ്സിലാവും, അവർ പഠിക്കും. ത്രൂ ഔട്ട് ദ ജേർണി. ഈ സിംഗേഴ്സിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അവരുടെ വോയിസിൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുപരി ഡിഫറെന്റ് വോയിസിന് ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇന്ന പാട്ട് ആ കുട്ടിയുടെ ഡിഫറെന്റ് വോയിസ് ആണ്, വിൽ കോൾ ഹർ അല്ലെ വിൽ കോൾ എന്ന് പറയുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അബയുടെ സൗണ്ട് ഒരു ഡിഫറെന്റ് സൗണ്ട് ആണല്ലോ. ഇപ്പം പല സോങ്ങുകൾ പാടിയതും ഒരു വെറൈറ്റി, ഡിഫറൻസിനുപരി വെറൈറ്റി എന്ന് പറയും. അത് രണ്ട് രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ പാടാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള അംഗീകാരം പോലല്ല എൻ്റെ ശബ്ദം. ഇപ്പോൾ ആ കാലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിരുന്നത് പൂച്ച അറിയുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഇത് എന്ത് ശബ്ദമാണിത്, വളരെ വിയേർഡായിട്ടുള്ള മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ചിത്രാമ്മ മാതിരി, അല്ലെങ്കിൽ ചിത്രാമ്മയെ അനുകരിക്കുന്ന മാതിരി, അല്ലെങ്കിൽ സുജാതാൻ്റെ അനുകരിക്കുന്ന മാതിരിയുള്ള വോയിസുകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈവൻ ദോ ഡിഫറെൻറ്റ് വോയിസസ് ഉള്ള ആൾക്കാർ പോലും ദി ട്രൈ ടു imitate these legendary people. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം ആൾക്കാർ അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഇവരുടേതായ വോയിസ് കൊണ്ടുവന്നാൽ ആൾക്കാർ അംഗീകരിക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനത്തെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവാം സിംഗേഴ്സിന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വോയിസ് ഇങ്ങനെയാണ്, എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വോയിസ് ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള എൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പാടാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ പാട്ടിനനുസരിച്ചുള്ള, ഇപ്പോൾ സ്വഹീലി ലാംഗ്വേജിലുള്ള ആ നക്കുപ്പൻ്റെ നക്കുട്ടാക്ക എന്ന് പറയുന്നത് ആ ടോണിനനുസരിച്ച്, ആ ഒരു ആഫ്രിക്കൻ ടോണിനനുസരിച്ച് ഞാൻ എൻ്റെ വോയിസ് ഇത്തിരി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു തരത്തിലും ഞാനൊരു നമ്മുടെ സിംഗറായിട്ട് നമ്മുടെ ചിത്രാമ്മ മാതിരിയോ അല്ലെങ്കിൽ സുജാതാൻ്റെ മാതിരിയോ ഒന്നും ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് ഓൾസോ. ബിക്കോസ് അത് അവരെന്ന് പറയുന്നത് അതാണ്. ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് അത് അവരെ പാടുന്ന മാതിരി ഒരു കാരണവശാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോലും നോക്കാൻ പാടില്ല. ഇൻഡിവിജ്വാലിറ്റി സ്പോയിൽ ചെയ്യും. അത് നമ്മളോട് കാണിക്കുന്ന ഒരു നീതികേടും അവരോട് കാണിക്കുന്ന നീതികേടുമാണ്. കാരണം അവരെ പോലിട്ട് അത്രയും പെർഫെക്ഷനിലോട്ട് പാടാൻ പറ്റുമോ? അതില്ല. അപ്പൊ പിന്നെ നമ്മളത് ട്രൈ ചെയ്തിരിക്കുകയാണ് നല്ലത്. അപ്പൊ നമ്മുടെ വോയിസിൽ അതെന്ത് അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ വോയിസിലേക്ക് അത് കൊണ്ടുവരാന്നുള്ളതാണ്. ഈ പണ്ട് MSVയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് പട്ടത്തിറാണി. ആ പാട്ട് പാടിയ എനിക്ക് എപ്പോഴും അവരുടെ പേര് മറന്നു പോകും. പക്ഷെ അൺബിലീവബിൾ സിംഗറാണ്. പിന്നെ സ്വർണ്ണലത അമ്മ, പിന്നെ ഹിന്ദിയിൽ കവിത കൃഷ്ണമൂർത്തി, ഇവരൊക്കെ അവരുടേതായ വോയിസിൽ പിന്നെ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. പിന്നെ വോയിസിൽ തന്നെ ബ്രാൻഡാ. അത് കേൾക്കുമ്പോൾ അറിയാം ഇത് സ്വർണ്ണലത ആണ് പാടിയിരിക്കണമെന്നറിയാം. സ്വർണ്ണലത പാടുമ്പോൾ അത് എന്നാൽ മോശമാണോ ആ അവർ പാടുന്ന രീതി? അൺബിലീവബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ, അൺബിലീവബിൾ ആയിട്ടുള്ള ഈസ്റ്റേൺ വോയിസ്, സംഗതീസ്, ഇതെല്ലാം കൃത്യമായിട്ട് പാട്ടുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അതുപോലെ ട്രെയിനിങ് ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ്. ഈ നാക്കുപ്പൻ്റെ ഞാൻ ചോദിക്കാനും കൂടി ഇരുന്നതാണ്, അത് ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. അല്ല, അതിൻ്റെ ഒരു എഫോർട്ട് വൈസ് നോക്കുമ്പോൾ ഹൗ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ് എൻജോയ് ചെയ്തത് that was easy for me. Fortunately that was easy for me. കുറച്ചൊരു നേസൽ ടോൺ എനിക്കുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നേസൽ ടോണിലേക്ക് എന്താ പറയുക, ഒരു അഡീഷണൽ നേസൽ ടോൺ കൂടെ ഉപയോഗിച്ചത് പാടണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. വേറൊരു എഫക്റ്റ് വരുന്നത്. പിന്നെ എഴുതിയിരിക്കുന്ന ഭാഷ മുഴുവനും ഞാൻ മലയാളത്തിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ്, മലയാളത്തിലാണെന്ന് തോന്നി എഴുതിയെടുത്തത്. അതെനിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ ലാംഗ്വേജ് എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോയത്.